ഞാനത് പറഞ്ഞു നേരത്തെ. അത് ഏതാണെന്ന് വ്യക്താക്കിയിട്ടില്ല. അതാണ് വ്യക്താക്കണമെന്ന് ഞാൻ പറഞ്ഞത്. നരേന്ദ്രമോദിയും കേന്ദ്ര ഗവൺമെന്റും പറയുന്നൊരു ബ്ലൂ എക്കോണമിയുണ്ട്. ആ ബ്ലൂ എക്കോണമിയിൽ എന്താണ് കേന്ദ്ര ഗവൺമെന്റ് സമീപനം, അത് അല്ല സംസ്ഥാന ഗവൺമെന്റ് സമീപനം, അത് വ്യക്തമാക്കേണ്ടതുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ബാക്കി നമുക്ക് വിശദമായിട്ട് പിന്നീട് എടുക്കാം. അത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമാണ്. സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായൊരു കാര്യമാണ്. അത് അറിയാതെ സംഭവിച്ചതാകാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത്. ഏതായാലും കീഴ്വഴക്കങ്ങളിലോ നമ്മുടെ നടപടിക്രമങ്ങളിലോ അത്തരമൊരു കാര്യമില്ല, ഇതേവരെ സംഭവിച്ചിട്ടില്ല. അത് ബഹുമാനപ്പെട്ട സ്പീക്കർ അദ്ദേഹവുമായിട്ട് നേരിട്ട് സംസാരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി. വന്ദേമാതരം മുഴുവനായിട്ട് ആലപിക്കേണ്ട കാര്യമില്ല. അതിൽ നേരത്തെ തന്നെ വ്യക്തത വരുത്തിയിട്ടുള്ള കാര്യമാണ്. അതിലെ ആദ്യത്തെ 2 ഇരടികളാണ് ചൊല്ലേണ്ടത്. അതാണ് ഇവിടെ ചൊല്ലിയത്. ആ ചൊല്ലിയതിന് പിന്നെ മറ്റ് തടസ്സങ്ങളില്ല. യഥാർത്ഥത്തില് വന്ദേമാതരം ആ 2 ഇരടി ചൊല്ലുമ്പോൾ തന്നെ നമ്മള് ദേശീയ ഗാനം ചൊല്ലുന്ന പോകുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന പോലെ എഴുന്നേറ്റ് നിൽക്കേണ്ട കാര്യമില്ല. യഥാർത്ഥം ഇരുന്ന് കേൾക്കേണ്ടതാണ്. പക്ഷേ എഴുന്നേറ്റ് നിന്നാണ് എല്ലാവരും അത് കേട്ടത്. അത് ഞങ്ങളും പിന്നെ എഴുന്നേറ്റ് നിൽക്കാന്ന് വെച്ചു. അതാണ് ഒരു പൊതു സമീപനത്തിൽ നിന്ന് വ്യത്യസ്തത വേണ്ടെന്നുള്ളത് കൊണ്ട്. എന്നാൽ 2 ഇരടി ചൊല്ലാന്നുള്ളത് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. ആ കാര്യം ആണ് ഇവിടെ നടന്നത്. മറ്റത് മുഴുവൻ ചൊല്ലുക എന്നത് അത് RSS അജണ്ടയാണ്. ആ RSS അജണ്ട നടപ്പാക്കേണ്ട ബാധ്യത നമ്മുടെ കേരളത്തിലില്ല. നേരത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അത് മുഴുവൻ ചൊല്ലുന്ന അവസ്ഥയുണ്ടായി. അത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ആ അനുഭവത്തിൽ നിന്ന് ഗവൺമെന്റും കർക്കശമായ നിലപാട് ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ ഗവർണർ അറിയിച്ചപ്പോൾ അത് പാടില്ല എന്നുള്ള നിലപാട് എടുത്തിട്ടുണ്ടാവും. ഏതായാലും ഇതാണ് ശരിയായ നിലപാട്, ഇതാണ് സ്വീകരിക്കേണ്ട നിലപാട്. നമുക്കതെല്ലാം സമയമുണ്ടല്ലോ. എല്ലാം ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ നമ്മൾ എടുക്കണ്ടല്ലോ. നമ്മൾ പ്രതീക്ഷയോടെ നോക്കാം എന്താണ് നടക്കുന്നത്, അതിനുശേഷം പറയാം. കണ്ടോൺമെന്റ് ഹൌസിലേക്ക് മാറും, പക്ഷെ അത് അവിടത്തേക്ക് മാറാനുള്ള സൗകര്യങ്ങൾ വേണമല്ലോ. അവിടെയുള്ളയാളെ ഇങ്ങോട്ട് മാറണം, അതിനുശേഷമല്ലേ എനിക്ക് അങ്ങോട്ട് മാറാനാവും. അപ്പൊ അതിനുള്ള നടപടികൾ അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. അതിനുശേഷം അല്ലറ ചില്ലറ മെയിന്റനൻസ് വർക്ക് അവർ നടത്താനുണ്ടെങ്കിൽ അതും കൂടി അവർ നടത്തി തീർക്കണം. അതിന്റെ ശേഷമാണ് ഞാൻ അങ്ങോട്ട് മാറുന്ന കാര്യം തീരുമാനിക്കുക. താമസം തന്നെയാണ്. ശരി. മുഖ്യമന്ത്രി പ്രതികരിക്കാതിരുന്നത് എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിക്കണം. ഞാനിതേവരെ മുഖ്യമന്ത്രിയായിരുന്നു, എന്നോടാണോ ചോദ്യം എന്നൊരു സംശയം എനിക്ക്. അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട ചോദ്യമാണല്ലോ. ഇനി ഞാനത് പറയേണ്ടതല്ല. ശരി. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഞാൻ വീണ്ടും അത് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അന്ന് 2 വാചകം പറയുമ്പോൾ തന്നെ ആ ഭാഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് നിർഭാഗ്യകരമായ ഒരു നിലയാണ് ആ കാര്യത്തിൽ. കാരണം നമ്മുടെ രാജ്യത്തെ BJP ഇതര പാർട്ടികൾക്ക് നേരെ കഠിനമായ നീക്കങ്ങളാണ് എല്ലാ കാലത്തും BJP അധികാരത്തിൽ വന്നതിന് ശേഷം BJP ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനേറ്റവും വൃത്തികെട്ട രൂപത്തിൽ ഉപയോഗിച്ചതാണ് ED. ഇത് പലർക്ക് നേരെയും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്ന നിലപാട് അവരെ കാര്യത്തിൽ വരുമ്പോൾ മാത്രം അവര് അതിനെതിരെ പ്രതികരിക്കും. മറ്റുള്ളവരുടെ കാര്യത്തിലാകുമ്പോൾ
ഇപ്പോ ഏറ്റവും വലിയ ഉദാഹരണം കെജ്രിവാളിന്റെ തന്നെയാണ്. എന്താണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത്? പിന്നെ ആ കേസെടുത്തപ്പോ പടക്കം പൊട്ടിക്കല്, ഇതൊക്കെ നടത്തിയതാണ് ആ പാർട്ടി. അതുകൊണ്ടാണ് ഇപ്പോ ഈ നടപടി വന്നപ്പോ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട 2 നേതാക്കളെങ്കിലും, ഒന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന സ്റ്റാലിൻ, നേരത്തെ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന കെജ്രിവാൾ, അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനത്തെക്കുറിച്ച് ഈ ഇവിടുത്തെ റെയ്ഡിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ആക്ഷേപിക്കുന്നതിനിടയായി. പക്ഷെ ഇതെല്ലാം കണ്ടിട്ടും കോൺഗ്രസിന് വലിയ മാറ്റമൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ വസ്തുതകൾക്ക് ചേരാത്ത ഒരു നിലപാടാണ്. കാരണം BJPയുടെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ പരമാവധി യോജിപ്പാണ് വളർത്തിക്കൊണ്ടുവരേണ്ടത്. അതിന് അങ്ങേയറ്റം സങ്കുചിതമായ നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചു പോകുന്നത്. ബാക്കി നമുക്ക് പിന്നീട് പറയാം. അതായിരിക്കും തന്നെ. ഏത് ബാങ്ക് അക്കൗണ്ട് ഈ നിങ്ങൾ ചിലർ പറയുന്നത് പോലെ ഈ എത്രയോ കൂടുതൽ നമ്പർ പറയുന്നില്ലേ? ആ നമ്പറൊന്നും വീണയുടേതല്ല. വീണയുടെ ഒരു ബാങ്ക് അക്കൗണ്ട് അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ്. ഒരു അക്കൗണ്ടാണത്. അത് വസ്തുതയാണ്. എന്നോടൊന്നും ചോദിക്കുന്ന കണ്ടില്ല. ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. എന്നോടൊന്നും ചോദിക്കുന്ന കണ്ടില്ല. ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. അല്ല, നമ്മുടെ എല്ലാ ആൾക്കാരും അവിടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ സമാധാനപരമായിട്ട് നീക്കാൻ നോക്കിയതാണല്ലോ. എല്ലാവരും കണ്ടതാണല്ലോ. അത് എന്താണ് പൊതു സമീപനമെന്ന് അതിലൂടെ വ്യക്തമാണല്ലോ. അത്ര ശാന്തമായിട്ടാണ് ആളുകൾ ഇരുന്നത്. എല്ലാ സ്ഥലത്തും ആളുകൾ ശാന്തമായിട്ടാണല്ലോ പ്രതികരിച്ചത്. അതാ നിരക്കേ ഉള്ളത്. ശരി, ഇനി ബാക്കി പിന്നെ പറയാമോ? പ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള പ്രതികരണം ആണ്. അതിൽ നയപ്രഖ്യാപന പ്രസംഗത്തെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. നയരാഹിത്യമാണ് ഈ നയപ്രഖ്യാപനത്തിലുള്ളത് എന്നതാണ്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിണറായി വിജയന്റെ വസതിയിൽ പരിശോധന നടത്തി. അതിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചോ എന്നതിന് തന്നോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം വീണ വിജയന്റെ അക്കൗണ്ട് ഇപ്പോൾ മരവിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യവും അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. കൂടുതൽ പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറാകുന്നില്ല. ഒപ്പം അക്രമ സംഭവത്തിലും അദ്ദേഹം പറഞ്ഞത് നേതാക്കൾ ഉൾപ്പെടെ അവിടെ ഒരു അക്രമ സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള നീക്കമായിരുന്നു, ശ്രമമായിരുന്നു നടത്തിയത് എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.